എല്ലാ കൂട്ടുകാർക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിനാദ്യം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഞാൻ കരുതിയത് എൻ്റെ UPSC പ്രിപ്പറേഷനോടൊപ്പം തന്നെ വീഡിയോ ചെയ്ത് മൊത്തം പോർഷൻ കവർ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് ഇനിയിപ്പോൾ വീഡിയോ ഇട്ടാൽ എൻ്റെ പഠനം ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ UPSCയുടെ ഡേറ്റും പെട്ടെന്ന് വന്നു. കുറച്ച് പാനിക്കായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പം ഞാൻ UPSCക്ക് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും UPSC എഴുതുന്ന എല്ലാവരും, ഇനി ആകെ അത്ര പോലെ ദിവസം മാത്രമേ നമുക്കുള്ളൂ. മാക്സിമം നിങ്ങളുടെ മാക്സിമം കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, അടുത്ത UPSCയിൽ അടുത്ത ടീച്ചർ, സ്കൂൾ ടീച്ചറായിട്ട് അടുത്ത അധ്യയന വർഷത്തിൽ അതിൻ്റെ അപ്പുറത്തെ അധ്യയന വർഷത്തിൽ നമുക്ക് ജോയിൻ ചെയ്യണം. എൻ്റെ UPSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ, ഞാൻ കേരള ഹിസ്റ്ററി, കേരള നവോത്ഥാനം, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി അതൊക്കെ ഏകദേശം കവർ ചെയ്ത്, പിന്നെ അതിനൊക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്ക്, ഞാൻ ലക്ഷ്യയുടെ ടെക്സ്റ്റ് ബുക്കാണ് മേടിച്ചത്. ആ ലക്ഷ്യയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വായിച്ചു നോക്കി. പിന്നെ ഉള്ളതാണ് പിന്നെ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്ര ശാസ്ത്രം. അത് ഞാൻ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു. ആ ടോപ്പിക്കിൽ വരുന്ന ഭാഗം നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു. അത് ഒരുപാട്, അതായത് ഭൂമിശാസ്ത്രം നമ്മുടെ ടെക്സ്റ്റിൽ, അതായത് നമ്മുടെ ഈ ലക്ഷ്യയുടെ റാങ്ക് ഫയലിൽ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാം കൂടി വായിച്ചിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തെടുത്തു, ഓരോ ടോപ്പിക് എടുത്തിട്ട് സ്കൂൾ ടെക്സ്റ്റ്, അതായത് ജോഗ്രഫി മൊത്തം സ്കൂൾ ടെക്സ്റ്റിൽ നിന്നാണ് കവർ ചെയ്തത്. പിന്നെ നമ്മുടെ സയൻസിൽ ഫിസിക്സ് ഏകദേശം എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു. ഞാൻ കവർ ചെയ്തതെന്ന് വെച്ചാൽ റാങ്ക് ഫയൽ വെച്ചിട്ടല്ല, റാങ്ക് ഫയലിൽ ചില കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്തുള്ളൂ. ഞാൻ സ്കൂൾ ടെക്സ്റ്റ്, ലക്ഷ്യയുടെ തന്നെ സ്കൂൾ ടെക്സ്റ്റിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 3 വോളിയത്തിൽ. കുറേ ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ വോളിയം അത് കഴിഞ്ഞ UPSC നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷേ കട്ട് ഓഫിൻ്റെ ബോർഡറിലെത്താൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 2-3 തവണ വായിച്ച ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഒരു 2 തവണയോ 3 തവണയോ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ കെമിസ്ട്രിയും ബയോളജിയും, അതാണ് ഞാനിനി ജസ്റ്റ് ഒരു തവണ വായിച്ച ടോപ്പിക്ക്. അതും കൂടി ഒന്ന് റിവിഷൻ ചെയ്താൽ സയൻസ് ഏകദേശമായെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളത് മാത്സ് ഞാൻ എല്ലാ ദിവസവും ഓരോ ടോപ്പിക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. മാത്സിൽ ഞാൻ കുറച്ച് ബാക്കോട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്ക് എടുക്കും, പിന്നെ അടുത്ത ടോപ്പിക്ക് എടുക്കും, വീണ്ടും ഞാൻ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു പോകും. അതിലെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ മാത്സ് പഠിക്കുന്നത്. മാത്സ് ഞാൻ കൂടെ തന്നെ, അതായത് ഇന്ന് സമയമൊന്നും കൊടുത്തിട്ട് എല്ലാ ദിവസവും എൻ്റെ സ്റ്റഡിയിൽ മാത്സും ഉണ്ട്. ഞാൻ അന്ന് ഒരു സ്റ്റഡി റുട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും എൻ്റെ പഠനത്തിൽ എന്തൊക്കെയുണ്ട്, മാത്സും ഉണ്ട്, സൈക്കോളജിയും ഉണ്ട്. സൈക്കോളജി ഞാൻ ഏകദേശമൊക്കെ കവർ ചെയ്ത്, ഇനി ഞാൻ പുതുതായിട്ടൊന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം പഠിച്ചതിൻ്റെ റിവിഷൻ മാത്രമാണ് നടത്തുന്നത്. പിന്നെ നമുക്കിപ്പോൾ ആകെ ഇപ്രാവശ്യത്തെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ടോപ്പിക്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ ഭാഗം നോക്കി, ഗ്രാമർ ഭാഗം നോക്കി, പിന്നെ വൊക്കാബുലറി ഞാൻ ഇംഗ്ലീഷിൽ വിട്ട ഭാഗമാണ് വൊക്കാബുലറി ഞാൻ നോക്കിയില്ല. കാരണം വൊക്കാബുലറിന്ന് 1 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. പിന്നെ എനിക്ക് വൊക്കാബുലറിയും കൂടി പഠിച്ചു തീർക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ്ങും ഗ്രാമർ ഭാഗത്തിൽ ഗ്രാമർ ഭാഗം നോക്കി. ഗ്രാമർ ഭാഗത്തിൽ ഏത് ഒഴിവാക്കി, വൊക്കാബുലറി ഒഴിവാക്കി. പിന്നെ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഇതും നോക്കി. പിന്നെ മലയാളം ഞാൻ കുറേ, അതായത് സിലബസ് വെച്ചല്ല ഞാൻ മലയാളം പഠിച്ചത്. മലയാളം ഞാൻ കുറേ, അതായത് സിലബസിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ഇത്രയാണ് എൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞത്. ഇനി പുതുതായിട്ടൊന്നും പഠിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പഠിച്ചത് തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒന്നുണ്ട്, എനിക്ക് ടഫായിട്ടുള്ളൊരു ഭാഗമുണ്ട്. എന്താ? കറണ്ട് അഫയേഴ്സ് അല്ലേ. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സിന് ഞാൻ പിന്നെ നമ്മുടെ സൈലത്തിൻ്റെ ഒരു ടെക്സ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക്. ആ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള, എൻ്റെ അനുഭവം വെച്ച് പറയാനുള്ള, കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ വീഡിയോസ് കാണാതിരിക്കുക. നമ്മളിപ്പോൾ വീഡിയോസ് ആയാലും ടെക്സ്റ്റ് ബുക്കായാലും ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ലക്ഷ്യയുടെ മേടിച്ചു, സൈലത്തിൻ്റെ മേടിച്ചു, ടാലൻറ്റിൻ്റെ മേടിച്ചു, അങ്ങനെ എല്ലാം കൂടി വായിക്കാതെ, സൈലാണെങ്കിൽ സൈലം മൊത്തം കവർ ചെയ്യുക ജസ്റ്റ്. അതുപോലെ ലക്ഷ്യമാണെങ്കിൽ ലക്ഷ്യയുടെ ബുക്കിലുള്ളത് കവർ ചെയ്യുക. പിന്നെ ആരെങ്കിലും ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഇടുന്ന ഒത്തിരി ചാനലുണ്ടല്ലേ നമ്മുടെ യൂട്യൂബിൽ. അപ്പം ആ യൂട്യൂബിൽ ചെയ്യണം, പിന്നെ ആ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ആരുതാണോ കാണുന്നത്, അതായത് നിങ്ങൾ ആരുടേതാണോ കാണാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് തോന്നുന്നു ഇവർ ഏകദേശം കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയാൽ അത് മാത്രം കാണുക. എന്നിട്ട് അല്ലാണ്ട് ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് ഫോളോ ചെയ്യാണ്ടിരിക്കുക. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, ഇനി നിങ്ങൾ വീഡിയോസ് ഒന്നും കണ്ടിട്ട് സമയം കളയരുത്. എത്രത്തോളം പഠിച്ചോ അത് തറവാക്കി പഠിക്കുക. കാരണം നമ്മൾ എന്നും കൂടെ അത് പഠിച്ചില്ല, ഞാൻ ആ ടോപ്പിക്ക് ഞാൻ വിട്ടുപോയി, ഞാൻ അതിൻ്റെ പിറകെ പോയാൽ നമ്മൾ പഠിച്ച് വെച്ച ടോപ്പിക് ഉണ്ടാവും അല്ലേ. ആ പഠിച്ച് വെച്ച ടോപ്പിക്കിൽ നിന്ന് വന്നാൽ പോലും നമുക്ക് ചിലപ്പം ഉത്തരം എഴുതാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി പുതിയതായിട്ട്, അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വീഡിയോസൊക്കെ കേട്ടിട്ട് പുതിയതായിട്ടൊന്നും പഠിക്കരുത്. വീഡിയോസ് കാണണ്ടെന്നല്ല, ഇനി പുതിയതായിട്ടൊന്നും പഠിക്കരുത്. അതായത് പഠിച്ച ഭാഗങ്ങൾ, ഇപ്പോൾ 2 ആഴ്ച അല്ലേ പരീക്ഷയ്ക്കുള്ളൂ, അപ്പം നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇനി എത്രത്തോളം റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണെന്ന് നമുക്കറിയാം അല്ലേ. പിന്നെ ഒഴിവാക്കുക? ടെൻഷൻ. അതെനിക്കും നല്ലോണം ഉണ്ട്, എന്നാലും ടെൻഷൻ ഒഴിവാക്കുക.